അന്ധനായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ഈ അന്ധത ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പണത്തിന്റെയും പദവിയുടെയും മേലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജാതി മതഭേദമന്യേ ഇവിടെ എല്ലാവരും സ്വാഗതം ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഭക്ഷണം വിളമ്പുന്നു. എന്തിന്? മുത്തപ്പന്റെ മുന്നിൽ മനുഷ്യനും മൃഗങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കുന്നു. നാടുവാഴികളായിരുന്ന അയ്യങ്കര വാഴുന്നവർക്കും ഭാര്യ പാടിക്കുറ്റി അമ്മയ്ക്കും മക്കളില്ലായിരുന്നു. പുഴയിലൂടെ ഒഴുകി വന്ന കുഞ്ഞിനെ അവർ സ്വന്തം മോനെ പോലെ വളർത്തി. ചെറുപ്പം മുതലേ അവൻ താഴ്ന്ന ജാതിക്കാരുടെ കൂടെ വിഹരിക്കുകയും നായാട്ടിനു പോവുകയും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയും ചെയ്തു. നാടുവാഴി കുടുംബത്തിന് അതൊരു പേരുദോഷമായപ്പോൾ അവരവനെ ശകാരിച്ചു. അങ്ങനെ നാട് വിട്ടുപോകാൻ ഒരുങ്ങിയ മകനെ പാടിക്കുറ്റിയമ്മ വിലക്കിയപ്പോൾ അവൻ തന്റെ വിശ്വരൂപം പ്രാപിക്കുകയും പാവപ്പെട്ടവരെയും അശരണരെയും കാക്കുകയാണ് തന്റെ അവതാര ലക്ഷ്യമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വേടന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മകന്റെ കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ട് ലോകം നശിച്ചുപോയേക്കും എന്ന് ഭയന്ന പാടിക്കുറ്റിയമ്മ മകനോട് പൊയ്ക്കണ്ണു ധരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ മുത്തപ്പൻ അന്ധനായി. ശിവന്റെ അവതാരമാണ് മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൊയ്ക്കണ്ണു ധരിച്ച് തന്റെ അവതാര സാക്ഷാത്കാരത്തിന് ഇറങ്ങിത്തിരിച്ച മുത്തപ്പന് സഹായിയായി മഹാവിഷ്ണുവും എത്തുന്നു, കൂട്ടിന് ഒരു നായയെയും. അതുകൊണ്ട് തന്നെ മടപ്പുരയിൽ നമുക്ക് രണ്ട് വിഗ്രഹങ്ങളെ ഒരുമിച്ച് കാണാം, ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും. മുത്തപ്പന്റെ ഇഷ്ടഭക്ഷണം തെങ്ങിന്റെ കള്ളും ചുട്ട മത്സ്യവുമാണ്. മുത്തപ്പനെ പ്രീതിപ്പെടുത്താൻ സ്വർണവും പണവും ഒന്നും ആവശ്യമില്ല കേട്ടോ. മനസ്സിൽ തട്ടി എന്റെ മുത്തപ്പ എന്ന് വിളിച്ചാൽ മാത്രം മതി.